إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ അംബിയ 37-ാമത്തെ വചനം ഖുലിഖൽ ഇൻസാനു മിൻ അജ്ലിൻ ഖുലിഖൽ ഇൻസാൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു മിൻ അജ്ലിൻ ധൃതിയായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ധൃതിയുള്ള സ്വഭാവത്തോടു കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. സൗരീക്കും നിങ്ങൾക്ക് നാം കാണിച്ചു തരുക തന്നെ ചെയ്യും സമീപഭാവിയിൽ ആയാതി നമ്മുടെ എന്റെ ദൃഷ്ടാന്തത്തെ ഞാൻ കാണിച്ചു തരുമെന്നുള്ള പറയുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അത് സമീപഭാവിയിൽ തന്നെ അവർ കണ്ടു മനസ്സിലാക്കും. അതിനാൽ നിങ്ങൾ ധൃതി കൂട്ടാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? മനുഷ്യനെ ഒരു ധൃതിയുള്ള ഒരു വിഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ്. സത്യവും അസത്യവും മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടി വീണുകൊണ്ട് ക്ഷമയില്ലാതെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തും. അങ്ങനെയാണ് അവർ വ്യക്തമായ വഴിപ്പിഴവിലേക്കും ശിർക്കിലേക്കും കുഫ്റിലേക്കും വഴി മാറുന്നത്. കൃത്യമായി ഉറ്റാലോചിച്ചുകൊണ്ട് സത്യമേതാണ് അസത്യമേതാണെന്ന് കൃത്യമായി വിവേചിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുന്ന ഒരു സമുദായം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സത്യമാർഗം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അത്തരം ധൃതികൾ നല്ലതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതേസമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കൂടി പറഞ്ഞു തരികയാണ്, ഈ ഐഹികമായ ജീവിതത്തിൽ നാം ധൃതി കാണിക്കേണ്ടതില്ല, എല്ലാം സാവകാശം ചെയ്തു തീർത്താൽ മതി. അതേസമയം ദീനിന്റെ കാര്യത്തിൽ, ആഖിറത്തിന്റെ കാര്യത്തിൽ, പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നന്മയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം, ധൃതി പിടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിൽ ഖുർആനിൽ പല സ്ഥലത്തും വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊറുക്കലിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് മുന്നേറി വരണം എന്ന് കാണുന്നു. അതുപോലെ സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ, അല്ലാഹുവിന്റെ നിങ്ങളുടെ പൊറുക്കലിലേക്ക് നിങ്ങൾ മുൻകടന്നു വരുവീനും ഖുർആനിൽ കാണാവുന്നതാണ്. അതൊക്കെ ആ ധൃതി എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആവേശമാണ്. അതായത് നന്മയിലേക്ക് മുന്നേറാനുള്ള ഒരു ആവേശമാണ് അത് ദ്യോതിപ്പിക്കുന്നത്. അതിനെയാണ് ദീൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അതേസമയം മറ്റു കാര്യങ്ങളെല്ലാം വളരെ സാവകാശം, വളരെയധികം ക്ഷമയോടുകൂടി നാം ചിന്തിച്ചും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാതെ എടുത്തടിച്ചതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷമയില്ലായ്മ കാണിച്ചുകൊണ്ട് മുൻകോപത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതല്ല. ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വിചരിക്കാനുള്ളത്. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി.